നമസ്കാരം, ഉണ്ണികൃഷ്ണനാണ്. ഞാനിന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും ഞാനിതിൻ്റെ താഴെ വീഡിയോ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് കേൾക്കൂ. കാരണം പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അടി മേടിക്കാനും ഒക്കെ ഇതിന്റെ മിന്ന നിൽക്കുന്നതൊക്കെ സാധു കുടുംബങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളിലെ SC ST കുടുംബങ്ങളിലൊക്കെ കുട്ടികളാ. ആ കുട്ടികളുടെ ഭാവി അങ്ങനെയുള്ള കുട്ടികളോട് തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ഏതെങ്കിലും മന്ത്രിമാരുടെയോ മക്കള് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തല്ലുകൊള്ളുന്നതോ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരും അവരുടെ മക്കളുടെ പേരും പറയാം. PK ശ്രീമതിയുടെ മകന്റെ പേര് PK സുധീർ എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന അയാൾ മുൻ KSCBയുടെ ഡയറക്ടറായിരുന്നു, ഇപ്പം അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാൾ രാഷ്ട്രീയക്കാരനാണോ? ഈ PK ശ്രീമതിയുടെ മകൻ കേരളത്തിലെ SFIയുടെ നേതാക്കന്മാർ അല്ലെ SFIയുടെ പിള്ളേരോട് ചോദിക്കട്ടെ, ഈ PK ശ്രീമതിയുടെ മകൻ എവിടെയാലും ഒരു സമരത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്തത് MA ബേബിയുടെ മകന്റെ പേര് അശോക് ബെറ്റി നെൽസൺ എന്നാണ്. ഇങ്ങനെ എവിടെയെങ്കിലും പോയി പോലീസിന്റെ മുന്നിൽ നിന്ന് ജലപീരങ്കി കടി കൊള്ളുന്നതോ എവിടെയെങ്കിലും പോയി നിന്ന് തല്ലുകൊള്ളുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി KN ബാലഗോപാലിന് 2 മക്കളാണ് ഉള്ളത്, ഒന്ന് ശ്രീഹരി, ഒന്ന് കല്യാണി. ഇവർ രണ്ടുപേരും ഏതെങ്കിലും സമരമുഖത്ത് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്തത് N സ്വരാജ്, അങ്ങനെ പിന്നെ മക്കളില്ല. ഇനി P രാജീവ്, വ്യവസായ മന്ത്രി, പുള്ളിയുടെ മക്കളുടെ പേര് ഹൃദയ, ഹരിത. ഇവരെവിടെയെങ്കിലും മുന്നിൽ നിന്ന് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരാരെങ്കിലും SFIയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കീച്ചുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്തത് MP രാജേഷിന്റെ മക്കളുടെ പേര് നിരഞ്ജന, പ്രിയതത എന്നോ. ഈ പിള്ളേർ എവിടെയെങ്കിലും യൂണിയന്റെ മുന്നിൽ കൊടിയും പിടിച്ചു നിന്ന് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി VM വാസവന് 2 മക്കള്, ഗ്രീഷ്മ, ഹിമ. ഈ പിള്ളേർ എവിടെയെങ്കിലും നിന്ന് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സമരത്തിന്റെ മുമ്പിൽ നിൽക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കടകംപള്ളി സുരേന്ദ്രന് 2 മക്കള്, അരുണ്, അനൂപ്. ഏതെങ്കിലും പാർട്ടിയുടെ തലപ്പത്തുണ്ടോ ഇവര്? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ SFIക്കാർ പറ ഉണ്ടെന്ന്. അടുത്തത് VS അച്യുതാനന്ദന്റെ മകന്റെ പേര് ഡോക്ടർ VA അരുൺകുമാർ എന്ന. അവൻ തല്ലാനും തൊഴിക്കാനും ഒന്നും പോയില്ല, അവൻ പോയി മാന്യമായിട്ട് പഠിച്ചു. മകളുടെ പേര് VV ആഷ. ഇവർ രണ്ടുപേരും രാഷ്ട്രീയക്കാരാണോ? SFIക്കാർ നിങ്ങൾ ചിന്തിച്ചേ. ഇനി പിണറായി വിജയന്റെ 2 മക്കള്, വീണ വിജയനും വിവേക് വിജയനും. ഇവർ രണ്ടുപേരും രാഷ്ട്രീയക്കാരല്ലോ, ഇവർ തല്ലുകൊള്ളാനൊന്നും വഴിയില്ല. അടുത്തത് EK നായനാരുടെ മക്കള് കൃഷ്ണകുമാർ, പ്രവീണ്, ഇഷ. ഇവരാരും രാഷ്ട്രീയക്കാരല്ല. ഇനി EMS താത്വിക ആചാര്യന്റെ മക്കള് EM ശ്രീധരൻ, EM ശശി, മാലതി, രാധ. ഇവരൊന്നും രാഷ്ട്രീയക്കാരല്ല. എന്തുകൊണ്ട് അങ്ങനെ ആകുന്നില്ല? ഇനി ബിനീഷ് കോടിയേരി, ബിനോയ് കോടിയേരി. ഇവരാരും രാഷ്ട്രീയക്കാരല്ല. ബിനീഷ് ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പോകുന്നതല്ലാതെ പുള്ളി പക്ക ഒരു ബിസിനസ്സുകാരനാണ്. ഇനി ആൾക്കാരെല്ലാം പറയുന്ന ഒരാളുണ്ട്, ഹിക്ക. നമ്മൾ അനർഗളമായ ഇംഗ്ലീഷ് കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് സംഭിപ്പിക്കുന്ന ഹിക്ക. ശശി തരൂര് പോലും നാണം കെട്ട് നിൽക്കും ചില സമയത്ത് ഇങ്ങേരുടെ ഇംഗ്ലീഷ് കേട്ടിട്ട്. ഈ പുള്ളിയുടെ പേരാണ് AA റഹീം. ഇങ്ങർക്ക് 2 മക്കളാണ് ഉള്ളത്. ഒരുത്തൻ്റെ പേരെന്നാണെന്നറിയോ? ഗുൽനാറിൻ. വേറൊരുത്തൻ്റെ പേരാ ഗുൽമോഹൻ. ഇതന്നെ ഇങ്ങനെ ഗുൽനാറിനും ഗുൽമോഹൻ എന്നൊക്കെ പേരന്വേഷിച്ച് പോകുമ്പം ഗുൽനാറിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാതളപ്പൂ, പിന്നെ ഗുൽമോഹൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വാഗപ്പൂ. ഈ 2 പൂക്കളും നല്ല 1ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുക. ഇവിടെ സാധാരണക്കാരൻ്റെ മക്കൾ പൂക്കൾ പോയി കിടന്ന് തല്ല് മേടിക്കുക. കാപ്പിപ്പൂവും പിന്നെ കമ്മ്യൂണിസ്റ്റ് പൂവും ഒക്കെ പോയി കിടന്ന് തല്ല് മേടിക്കുക. ഇവന്മാർ ഡീസൻ്റായിട്ട് പഠിച്ചോണ്ടിരിക്കുക. എന്നിട്ട് കണ്ടായിരുന്നോ, അയാൾ പിള്ളേരെ വിളിച്ച് അടി മേടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ട് അയാൾ എസ്കേപ്പായി. ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോണ്ടല്ലോ 74 ക്രിമിനൽ കേസിൽ പെട്ടവനാണ് ഈ AA റഹീം. 74. ഇനി അടുത്തത് MV ഗോവിന്ദന് 2 മക്കളാ, ശ്യാംജിത്ത്, രഞ്ജിത്ത്. എല്ലാം രാഷ്ട്രീയക്കാരാണോ? നിങ്ങൾ നോക്കിക്കേ. അടുത്ത MM ലോറൻസിന്റെ മക്കള് സുജാത, ML എബ്രാഹാം, ML സജീവൻ. ഇവരാരും ഈ പരിപാടിക്കകത്തില്ല. ഇനി ശിവൻകുട്ടിയുടെ മകൻ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാ, ഈ പണിക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോണം, ഈ നേതാക്കന്മാരുടെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല UDFന്റെ നേതാക്കന്മാരുടെ മക്കൾ തല്ലുകൊള്ളുന്നില്ലെങ്കിലും അവർ ഇപ്പം ഈ പുതിയ മന്ത്രിസഭയ്ക്കകത്ത് മിക്ക മന്ത്രിമാരും പഴയ നേതാക്കന്മാരുടെ മക്കളാണ്. എന്നാൽ LDFന്റെ നേതാക്കന്മാർ ഒറ്റയാളുടെ മക്കളും ഇതിനകത്തില്ല. കാരണം അവർക്ക് നേതാക്കന്മാർക്ക് അറിയാം ഇത് ഒത്തിരി കാലം മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല, ഈ തട്ടിപ്പും വെട്ടിപ്പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഒത്തിരി കാലം പോവുകയല്ല. അതുകൊണ്ട് അവരുടെ മക്കളെ സുരക്ഷിതമാക്കി SFIക്കാർ ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ നിങ്ങളെ പാടത്തും പറമ്പിലും കൂലിപ്പണിയെടുത്ത് വളർത്തിക്കൊണ്ട് വന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് നഷ്ടം വരാനുള്ളൂ. ഇവന്മാർ ഒറ്റയൊരുത്തനും ഇവന്മാരുടെ മക്കളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. അവരിതിൻ്റെ പേര് കാശുണ്ടാക്കി മക്കൾക്ക് ആവശ്യത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. SFIക്കാർ പിള്ളേർ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നു ഇതോ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ തീർത്ത് പറയുക, ഈ ഓപ്പറേഷൻ തൂഫാന്, ഓപ്പറേഷൻ കൊടുങ്കാറ്റ് അങ്ങോട്ട് അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം
ഇതിൻ്റെ തലപ്പത്ത് രാഷ്ട്രീയക്കാരും, അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരും സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരിലെ വലിയ കുഞ്ഞച്ചന്മാരുമാണെന്ന് അന്വേഷിക്കുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തൂ, ഇംഗ്ലീഷിൽ പറയാം റാൻ ആയി മാറരുത്. അവിടെ കൊണ്ട് പരിപാടി തീരരുത്. രമേശ് ചെന്നിത്തലയോടും പറയട്ടെ, അതങ്ങനെ ആകരുത്. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളോട് ഓരോരുത്തരോടും പറയുക, ഈ രാഷ്ട്രീയം മുന്നോട്ട് പോവില്ല. ഇങ്ങനെ ഈ കെട്ട രാഷ്ട്രീയം കേരളത്തിൽ മുന്നോട്ട് പോവില്ല. പൊതുമുതൽ നശിപ്പിച്ച് നിങ്ങളുടെ ഭാവി നശിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോകം മുഴുവൻ തകർന്നു പോയ ഒരു തത്വ സംവിധാനത്തിന്റെ പേരിൽ ഇത് മുന്നോട്ട് പോവില്ല. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ സംസ്ഥാനത്ത് വ്യക്തിപരമായി കുഞ്ഞുങ്ങൾ പഠിച്ച് ജോലി നേടി അവരുടെ ഭാവി സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഒരാർജവമുള്ള ഗവൺമെന്റ് നിൽക്കേണ്ട പോലെ എടുക്കേണ്ട പോലെ 4 കേസ് വീതം എടുത്തകത്തോട്ട് വിടാൻ തുടങ്ങിയാൽ അതോടെ തീരും ഈ വീഡിയോ ഒക്കെ. അതുകൊണ്ട് കുഞ്ഞുങ്ങള് കൃത്യമായിട്ട് ഓർത്ത്, രാഷ്ട്രീയ നേതാക്കന്മാര് പ്രത്യേകിച്ച് SFIയുടെ വലിയ പാർട്ടി CPMന്റെ നേതാക്കന്മാരുടെ ഒറ്റയൊരുത്തരുടെ മക്കള് ഇതിനകത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നേതാക്കന്മാർക്ക് മനസ്സിലായത് അണികൾ മനസ്സിലാക്കിയാൽ കുഞ്ഞുമക്കളുടെ ഭാവി നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.